കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലാർജ് സാമ്പിൾ ടെസ്റ്റുകളായിരുന്നു. ലാർജ് സാമ്പിൾ ടെസ്റ്റ് പറഞ്ഞാൽ സാമ്പിൾ സൈസ് 30 അതിൽ കൂടുതലും ഉണ്ടാകുന്ന ടെസ്റ്റുകളായിരുന്നു ലാർജ് സാമ്പിൾ ടെസ്റ്റ്. അതിൽ നമ്മൾ ഒരേ ഒരു ടെസ്റ്റ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അത് സെറ്റ് ടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ലാർജ് സാമ്പിൾ ടെസ്റ്റ് ആകുമ്പോൾ അത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുള്ള ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടായിരുന്നു അതിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നത്, പ്രോബ്ലംസ് ചെയ്തിരുന്നത്. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷനായിരുന്നു നമ്മൾ അവിടെ എന്തായിട്ട് എടുത്തിരുന്നത്, ഡിസ്ട്രിബ്യൂഷനായിട്ട് എടുത്തിരുന്നത്. അതുകൊണ്ട് ആ സ്റ്റാറ്റിസ്റ്റിക്, അതായത് സെഡ് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മളവിടെ പ്രോബ്ലംസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇവിടെയും നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്തിനാണോ ലാർജ് സാമ്പിൾ ടെസ്റ്റിൽ എന്തൊക്കെയാണോ നമ്മൾ കണ്ടിരുന്നത്, അതായത് ഒരു പോപ്പുലേഷൻ മീൻ ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് പോപ്പുലേഷൻ മീനുകൾ തമ്മിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് കാണുക, ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെയാണ് നമ്മൾ എന്തും യൂസ് ചെയ്യുന്നത്, സ്മോൾ സാമ്പിൾ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷേ കണ്ടീഷൻ ഇത്രയേ ഉണ്ടാവുള്ളൂ, സാമ്പിൾ സൈസ് എന്തായിരിക്കും, ലെസ് ദാൻ 30 ആയിരിക്കും. അപ്പോൾ നോക്കാം എന്താണ് സ്മോൾ സാമ്പിൾ ടെസ്റ്റ് എന്ന് നോക്കാം. അപ്പോൾ ഇൻ ലാർജ് സാമ്പിൾ ടെസ്റ്റ് സെൻട്രൽ ലിമിറ്റ് തിയറം ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പ്ലേ എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു ഷേപ്പ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ സെൻട്രൽ ലിമിറ്റ് തിയറത്തിന് ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. അത് സാമ്പിൾ സൈസ് ലാർജ് ആയതുകൊണ്ടാണ്. പക്ഷേ സ്മോൾ സാമ്പിൾ സൈസ് ആകുമ്പോൾ, അതായത് സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 ആകുമ്പോൾ നമുക്ക് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എക്സാക്റ്റ് തന്നെ വേണ്ടി വരും. അതായത് നേരത്തേതിൽ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ സെഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് എടുത്തിരുന്നത്. ഇവിടെ എന്ത് വേണ്ടി വരും, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എക്സാക്റ്റ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ തന്നെ വേണ്ടി വരും. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ എക്സാക്റ്റ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ അത് നമ്മൾ എന്തൊക്കെയായിട്ട് യൂസ് ചെയ്യാം, എന്തൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കുകൾ യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ സെഡ് ടെസ്റ്റ്, അതായത് അതിൽ വരുന്നത് ഏതൊക്കെ ടെസ്റ്റുകളാണെന്ന് നോക്കുമ്പോൾ സെഡ് ടെസ്റ്റ് ഉണ്ടാവാം, ടി ടെസ്റ്റ് ഉണ്ടാവാം, എഫ് ടെസ്റ്റ് ഉണ്ടാവാം, കൈ സ്ക്വയർ ടെസ്റ്റ് ഉണ്ടാവാം. ഇതൊക്കെ ഫോളോ ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ എന്തായിരിക്കും, ഡിസ്ട്രിബ്യൂഷൻസും ആയിരിക്കും. സെഡ് ടെസ്റ്റ് സെഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, ടി ടെസ്റ്റ് ടി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, എഫ് ടെസ്റ്റ് എഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, കൈ സ്ക്വയർ ടെസ്റ്റ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻസും ആയിരിക്കും അതെന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മൾ സെഡ് ടെസ്റ്റിൻ്റെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സാമ്പിൾ സൈസ് സ്മോൾ ആണെങ്കിൽ പോലും പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഗിവൺ ആണെങ്കിൽ, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ സാമ്പിൾ സൈസ് സ്മോൾ ആണെങ്കിൽ പോലും നമ്മൾ സെഡ് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യാമെന്ന് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പം സെഡ് ടെസ്റ്റിനെ കുറിച്ച് ഇനി നമ്മളിതിൽ പഠിക്കുന്നില്ല. അതിൽ നമ്മൾ സെഡ് ടെസ്റ്റിൻ്റെ തന്നെ നമ്മൾ ഈ എല്ലാ സ്മോൾ സാമ്പിൾ വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത രണ്ടാമതുള്ള ടെസ്റ്റാണ് ടി ടെസ്റ്റ്. ടി ടെസ്റ്റിൻ്റെ പേരാണ് സ്റ്റുഡൻസ് ടി ടെസ്റ്റ്. ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്, ആ പേര് വെച്ചിട്ടാണ് ആ പേര് വന്നത്, സ്റ്റുഡൻസ് ടി ടെസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അതായത് ഈ ടെസ്റ്റ് എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷനെയാണ് ഈ ടെസ്റ്റ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ തന്നെയാണ് ഉണ്ടാവുക. ടി ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുക. ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഉണ്ടായിരിക്കും. പിന്നെയോ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടി അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ടി ടെസ്റ്റ് എവിടേക്കാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്, യൂസസ് ഓഫ് ടി ടെസ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ടി ടെസ്റ്റ് യൂസ് ചെയ്യുക. ഫസ്റ്റത്തെ കാര്യം നമ്മൾ സെഡ് ടെസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ടു ടെസ്റ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ മീൻ ഓഫ് എ സ്മോൾ സാമ്പിൾ ഫ്രം നോർമൽ പോപ്പുലേഷൻ. ഒരു നോർമൽ പോപ്പുലേഷൻ എന്നുള്ള സ്മോൾ സാമ്പിളിൻ്റെ പോപ്പുലേഷൻ മീനുകൾ തമ്മിലുള്ള ഡിഫറൻസ് ടെസ്റ്റ് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതായത് പോപ്പുലേഷൻ മീൻ ടെസ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഒരു പോപ്പുലേഷൻ മീന് ടെസ്റ്റ് ചെയ്യുക. നേരത്തെ നമ്മൾ സെഡ് ടെസ്റ്റിലും ഇതേ കാര്യം തന്നെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം നോക്കിയാൽ ടു ടെസ്റ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് ഓഫ് 2 ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ് ടേക്കൺ ഫ്രം നോർമൽ പോപ്പുലേഷൻ. നോർമൽ പോപ്പുലേഷൻ എടുത്തിട്ടുള്ള 2 സാമ്പിളുകളുടെ മീനുകളുടെ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ആണോ അല്ലേന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതും നമ്മൾ സെഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പോപ്പുലേഷൻ മീനുകളുടെ ഇക്വാലിറ്റി ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ട്. അടുത്ത നോക്കിയേ, ടു ടെസ്റ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസ്. നേരത്തെ ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ് ആയിരുന്നു, ഇവിടെ എന്താണ് ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസ്. ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള 2 സാമ്പിൾസ് തമ്മിലുള്ള മീനുകളുടെ ഡിഫറൻസ് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അടുത്തത് എന്താണ് നോക്കിയേ, അടുത്തത് ടു ടെസ്റ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഒബ്സർവ്ഡ് കോറിലേഷൻ കോയിഫിഷ്യൻറ്റ്. ഒരു കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് നമുക്ക് കിട്ടിയ ഒരു കോറിലേഷൻ കോയിഫിഷ്യൻറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ ടെസ്റ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എൻ ഒബ്സർവ്ഡ് റിഗ്രഷൻ കോയിഫിഷ്യൻറ്റ്. ഒരു റിഗ്രഷൻ കോയിഫിഷ്യൻറ്റ് സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ചെയ്യുക. ഇതിനൊക്കെ നമുക്ക് ആര് യൂസ് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന
ടി ടെസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റും. ഇതിലുള്ള എല്ലാ യൂസസും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3-4 യൂസുകളെ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, പഠിക്കാനുള്ളൂ. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ സെറ്റ് ടെസ്റ്റിൽ ചെയ്തിട്ടുള്ള പോലെ തന്നെ ഫസ്റ്റ് വണ്ണാണ് ടി ടെസ്റ്റ് ഫോർ പോപ്പുലേഷൻ മീൻ. ഒരു പോപ്പുലേഷൻ മീൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ടി ടെസ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും കേസ്, അതിൽ നമ്മുടെ സാമ്പിൾ സൈസ് ലെസ് ദാൻ എന്തായിരിക്കണം, 30 ആയിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. പോരാത്തതിന് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടും ഉണ്ടായിരിക്കില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. അപ്പോൾ ഇതിൻ്റെ അസംഷൻസ്, അതായത് ഈ ഒരു ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ അസ്യൂം ചെയ്ത ശേഷമാണ് നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് അസംഷൻ നോക്കിക്കേ, ദ പാരൻറ്റ് പോപ്പുലേഷൻ ഫ്രം വിച്ച് ദ സാമ്പിൾ ഡ്രോൺ ഈസ് നോർമൽ. നമ്മൾ സാമ്പിൾസ് എടുത്തിട്ടുള്ള പാരൻറ്റ് പോപ്പുലേഷന് നോർമൽ ഡിസ്ട്രിബ്യൂഷന് ഫോളോ ചെയ്യണം. ദ സാമ്പിൾ ഒബ്സർവേഷൻ ആർ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് റാൻഡം. നമ്മളെടുക്കുന്ന സാമ്പിളുകൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, റാൻഡം ആയിരിക്കണം. എന്താണ് ഇൻഡിപെൻഡൻ്റ് എന്നറിയാം, എന്താണ് റാൻഡം എന്ന് നമുക്കറിയാം. ഇനി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ദ സാമ്പിൾ ഷുഡ് ബി സ്മോൾ അഥവാ ലെസ് ദാൻ 30. സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 ആയിരിക്കണം. ദ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഈസ് അൺനോൺ. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 ആണെങ്കിൽ പോലും സിഗ്മ ഗിവൺ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, സെറ്റ് ടെസ്റ്റ് ആണ് ചെയ്യാമെന്ന്. ഇവിടെ സെറ്റ്, അപ്പോൾ സിഗ്മ എന്താണ്, അൺനോൺ ആണ് എന്നുള്ള കണ്ടീഷനും നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഇത്രയും അസംഷൻസ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ടി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബൈ ടെസ്റ്റിംഗ് ദ മീൻ ഓഫ് നോർമൽ പോപ്പുലേഷൻ, ഒരു നോർമൽ പോപ്പുലേഷന് മീൻ ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ എന്താ ചെയ്യണത്, സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. നമ്മൾ സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുകയാണ് ചെയ്യണത്. ഒരു പോപ്പുലേഷൻ മീൻ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ആ സാമ്പിൾ എടുത്തിട്ടാണ് സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ ആ സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിലുള്ള ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ്. അല്ലെങ്കിൽ സാമ്പിൾസ് എല്ലാം എടുത്തിട്ടുള്ളത് ഈ പറയുന്ന പോപ്പുലേഷൻ തന്നെയാണോ, ഈ പറയുന്ന മീനുള്ള പോപ്പുലേഷനാണോ ഈ സാമ്പിൾസ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. അപ്പോൾ ഇതിൽ H0 സെറ്റ് ചെയ്യുന്നത്, H1 സെറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ സെറ്റ് ടെസ്റ്റിൽ ചെയ്തിട്ടുള്ള അതേപോലെ തന്നെയാണ്. അതിൽ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതുപോലെ ടേബിൾ വാല്യൂ കാണുന്നതിലും വ്യത്യാസം ഉണ്ടാവും. ആ 2 വ്യത്യാസങ്ങൾ ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ നോക്കാം. ആദ്യം തന്നെ H0 സച്ച് ദാറ്റ് മ്യൂ ഈക്വൽ ടു μ0, H1 സച്ച് ദാറ്റ് μ1 ലെസ് ദാൻ 0 ആവാം, അല്ലെങ്കിൽ μ1 ഗ്രേറ്റർ ദാൻ μ0 ആവാം, അല്ലെങ്കിൽ H1 സച്ച് ദാറ്റ് μ1 നോട്ട് ഈക്വൽ ടു μ0 ആവാം. ഈ 3 ആൾട്ടർനേറ്റീവിൽ ഏത് വേണമെങ്കിലും വരാം. നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് H1 സെറ്റ് ചെയ്യണത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. നോട്ട് ഈക്വൽ ടു μ0 എന്ന് വരുമ്പോൾ അത് 2 tail ആവും, ബാക്കി 2 എന്താവും, 1 tail ആവും. അതൊക്കെ നമ്മൾ സെറ്റ് ടെസ്റ്റിൻ്റെ കേസ് പഠിച്ചിട്ടുണ്ട്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്താ വരിക എന്ന് വെച്ചാൽ x ബാർ മൈനസ് μ0/s/√n-1. മറ്റേ നിന്നുള്ള ചെറിയ വ്യത്യാസമുള്ളൂ. x ബാർ മൈനസ് μ0/σ/√n ആയിരുന്നു. ഇവിടെ എന്താണ്, s/√n-1 ആണ്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. എസ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അഥവാ S² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സാമ്പിൾ വേരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ S² തന്നിട്ടുണ്ട്. സാമ്പിൾ വേരിയൻസ് കാണുമെങ്കിൽ 1/n സമ്മേഷൻ xi മൈനസ് x ബാർ ഹോൾ സ്ക്വയർ ആണ് സാമ്പിൾ വേരിയൻസ്. അതിൻ്റെ റൂട്ട് എടുത്താൽ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയി. പിന്നെ നമ്മൾ കാണേണ്ടത് എന്താണ്, ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഫോർ ദ സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ, the table values are obtained by referring the T table for n-1 degrees of freedom. n-1 degrees of freedom, അതിൽ n-1 ഡിഗ്രി എന്ന് പറഞ്ഞൊരു സാധനം കൂടി ആ ടേബിൾ ഉണ്ടാവും. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതായത് DF എന്ന് പറഞ്ഞൊരു കോളം കൂടി ഉണ്ടാവും. അതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അറ്റ് പെർട്ടിക്കുലർ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, ഒരു 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ വിത്ത് n-1 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലാണ് നമ്മൾ അതിൻ്റെ ടേബിൾ വാല്യൂ കാണുക. പിന്നെ സാധാ ചെയ്യുന്ന പോലെ ഇഫ് കാൽക്കുലേറ്റഡ് വാല്യൂ ഇസ് ലെസ് ദാൻ ടേബിൾ വാല്യൂ വി ആക്സെപ്റ്റ് H0, അതർവൈസ് വി റിജക്റ്റ് H0. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. അതൊരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം H0 സെറ്റ് ചെയ്യുക, പിന്നെ ടീൻ്റെ വാല്യൂ കാണുക, പിന്നെ ടേബിൾ വാല്യൂ കാണുക, രണ്ടും കൂടി കമ്പയർ ചെയ്യുക. കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ ആക്സെപ്റ്റ് H0 ചെയ്യുക. കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ റിജക്റ്റ് H0 നമ്മൾ ചെയ്യുക. അത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ എങ്ങനെയൊക്കെ പ്രോബ്ലംസ് വരാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ദ സാമ്പിൾ ഓഫ് 10 observations gives a mean equal to 38 and standard deviation equal to 4. അതായത് 10 ഒബ്സർവേഷൻ്റെ മീനാണ് 38, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷനാണ് 4. അതായത് n 10 ആണ്,
അതിൻ്റെ മീൻ എന്ന് പറയുമ്പോൾ സാമ്പിളിൻ്റെ മീനാണ് എക്സ് ബാർ 38 ആണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു 4 ആണ്. നമ്മളോടുള്ള ചോദ്യം ആ പോപ്പുലേഷൻ്റെ മീൻ, ഈ സാമ്പിൾ എടുത്തിരിക്കുന്നത് പോപ്പുലേഷൻ്റെ മീൻ 40 ഉള്ള പോപ്പുലേഷനാണോ ഈ സാമ്പിൾ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ സാമ്പിൾ എടുത്തുള്ള പോപ്പുലേഷൻ്റെ മീൻ 40 ആവും എന്നാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പോൾ നമ്മൾ μ0 = 40 എന്ന് സെറ്റ് ചെയ്യുന്നു. h0 സച്ച് ദാറ്റ് μ = 40, h1 സച്ച് ദാറ്റ് μ not = 40, അഥവാ 2 tail. അന്നാണോ അല്ലേ എന്ന് മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അതിനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്നുള്ള ചോദ്യമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ not = 40 കൊടുക്കുന്നു, അതായത് 2 tail ആണ്. ഇനി ടേബിൾ വാല്യൂ കാണുന്നു. എക്സ് ബാർ മൈനസ് μ0/s/√10-1, അതായത് 38 - 40/4/√10-1 അഥവാ √9 അഥവാ 3, 4/3 അവിടെ 2 / 4/3 ചെയ്തിട്ടുണ്ടെങ്കിൽ -6/4 അഥവാ -1.5 എന്ന് കിട്ടും. ടേബിൾ വാല്യൂ മോഡ് ടി = 1.5. അപ്പം കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടി. ഇനി ടേബിൾ വാല്യൂ കാണുന്നു. ടേബിൾ വാല്യൂ ഓഫ് ടി അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുക്കുന്നു. വിത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം 9 അല്ലേ, അതായത് 10-1 n-1 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഇവിടെ 10-1 ആണ്, അതായത് 9 ഡിഗ്രി ഓഫ് ഫ്രീഡം. ടേബിൾ നോക്കുക, വാല്യൂ കണ്ട 2.262 എന്നാണ് കിട്ടുക. കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടിയത് 1.5 ആണ്, ടേബിൾ വാല്യൂ കിട്ടിയത് 2.262 ആണ്. therefore കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ടേബിൾ വാല്യൂ. therefore we can accept h0 എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അക്സെപ്റ്റ് h0 എന്ന് പറഞ്ഞാൽ μ = 40 എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതായത് പോപ്പുലേഷൻ മീൻ എന്താണ്, 40 ആണ്. അല്ലെങ്കിൽ പോപ്പുലേഷൻ മീൻ 40 ആയിട്ടുള്ളൊരു പോപ്പുലേഷനാണ് നമ്മൾ ഈ സാമ്പിൾസ് എന്ത് ചെയ്തിട്ടുള്ളത്, സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതിൽ കാര്യങ്ങൾ കൺഫ്യൂഷനൊന്നുമില്ല. പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, അതിൽ ചെറിയ വ്യത്യാസമുണ്ട്. എ റാൻഡം സാമ്പിൾ ഓഫ് സൈസ് 16 ഹാസ് മീൻ 53. സാമ്പിൾ സൈസ് 16 ആണ്, ആ സാമ്പിളിൻ്റെ മീൻ 53 ആണ്. ഇതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ n16, എക്സ് ബാർ 53. ഓക്കെ. പിന്നെ ആൻഡ് ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻ ടേക്കൺ ഫ്രം ദ മീൻ ഈസ് 150. സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻ ടേക്കൺ ഫ്രം ദ മീൻ, അതായത് മീനിൽ നിന്നുള്ള ഡീവിയേഷൻസിൻ്റെ സ്ക്വയറുകളുടെ സമ്മ് എന്ന് പറയുന്നത് 150 ആണെന്ന്. അപ്പോൾ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻ ഫ്രം മീൻ ഈസ് ഈക്വൽ ടു 150. ഈ പറയുന്ന സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ അല്ലെങ്കിൽ സമ്മേഷൻ x മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ് നമുക്ക് 150 എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ക്യാൻ ദ സാമ്പിൾ ബി റിഗാർഡഡ് ആസ് എ റീസൺ ഫ്രം ദ പോപ്പുലേഷൻ വിത്ത് മീൻ 56. മീൻ 56 ആയിട്ടുള്ള പോപ്പുലേഷൻ ആണോ ഈ സാമ്പിൾ വന്നിട്ടുള്ളത് എന്നാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പോൾ μ0 = എന്താണ്, 56 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് പോപ്പുലേഷൻ മീൻ 56 ആണോ അല്ലേ എന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്, ചെക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരാളെ മിസ്സിംഗ് ഉണ്ട്, എസ് നമുക്ക് അറിയില്ല. അപ്പോൾ എസ് കാണാനുള്ള വഴി നോക്കുക. s² = സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ n ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ റൂട്ട് എടുത്താൽ എന്ത് കിട്ടും, എസ് കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നോക്കിയേ, s² = സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്താണ്, 150 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 150യും 16 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 9.375 എന്ന് കിട്ടും. s² ആണ് 9.375. അപ്പോൾ റൂട്ട് കണ്ടാൽ എസ് കിട്ടും, അഥവാ 3.06 എന്ന് എസ് നമുക്ക് കിട്ടി. നമുക്ക് ആവശ്യമുള്ള എല്ലാവരും ആയി. നമ്മൾ h0 സെറ്റ് ചെയ്യുന്നു, μ = 56, h1 സെറ്റ് ചെയ്യുന്നു, μ not = 56 അഥവാ 2 tail ആണ്. ഓക്കെ. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാണുന്നു. t = x ബാർ മൈനസ് μ0/s/√10-1, x ബാർ മൈനസ് μ0/s/√10-1, x ബാർ 53, μ0 56, s 3.06, √16-1 അഥവാ √15. ആൻസർ -3.79. മോഡ് t = 3.79. ഇത് കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്. ഇനി ടേബിൾ വാല്യൂ കാണുന്നു. ടേബിൾ വാല്യൂ ഓഫ് ടി വിത്ത് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വിത്ത് 15 ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് 2.731. പോരാത്തതിന് 2 tail ആണ് കേട്ടോ. ഇതിൽ അതും കൂടി നോക്കാനുണ്ട്. 2 tail ആണോ 1 tail ആണോ എന്നൊക്കെ ടേബിൾ നോക്കുകയാണ്. ടേബിളിൽ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് രണ്ട് ഇങ്ങനെ ഉണ്ടാവും, 2 വാല്യൂസ് ഉണ്ട്. ഇവിടെ 0.5, 0.05 എന്നൊക്കെ പറഞ്ഞിട്ട് സെക്കൻഡ് കാണിച്ചു തരാം. ഇവിടെ 0.5, 0.05, 0.01 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റിവേഴ്സായിട്ട് 0.01,
0.05 എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ടാവും വാല്യൂസ്. ടു ടൈലാണ്, ഒന്ന് ബോൾഡ് ആയിട്ടുണ്ടാവും, ഒന്ന് ബോൾഡ് അല്ലാത്തതും ഉണ്ടാവും. ബോൾഡ് ആയിട്ടുള്ളത് നമ്മൾ ടു ടൈലിന് നോക്കുക, ബോൾഡ് അല്ലാത്തതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, വൺ ടൈലിൽ നോക്കുക. അത് ടേബിൾ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ പറഞ്ഞ വാല്യൂസ് കിട്ടിയതൊക്കെ ഉണ്ടല്ലോ, ആ വാല്യൂസ് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ ടേബിൾ എടുത്തിട്ട്. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടിയത് 3.79ഉം ടേബിൾ വാല്യൂ കിട്ടിയത് 2.73 ആയതുകൊണ്ട് കാൽക്കുലേറ്റഡ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ, ദെർഫോർ റിജക്റ്റ് H0 നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു. H0 റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ H1 എന്ത് ചെയ്യലാണ്, ആക്സെപ്റ്റ് ചെയ്യലാണ്. അതായത് mu not equal to 56. പോപ്പുലേഷൻ മീൻ എന്തല്ല, 56 അല്ല, അല്ലെങ്കിൽ പോപ്പുലേഷൻ മീൻ 56 ആയിട്ടുള്ളൊരു പോപ്പുലേഷനല്ല ഈ സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, എടുത്തിട്ടുള്ളത്. ദ സാമ്പിൾ മീൻ ക്യാൻ നോട്ട് ബി റിഗാർഡഡ് ആസ് എറൈസൺ ഫ്രം പോപ്പുലേഷൻ വിത്ത് മീൻ 56. ആ സാമ്പിൾ 56 പോപ്പുലേഷൻ മീനുള്ള പോപ്പുലേഷൻ അല്ല നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, എടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഡീവിയേഷൻ, സം ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ഡീവിയേഷൻ ഫ്രം മീനാണ് നമുക്ക് തന്നിരുന്നെങ്കിൽ ചില സമയത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതുപോലെ തന്നെ മീനും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, തന്നിട്ടുണ്ടാവില്ല. പക്ഷേ സാമ്പിൾ തന്നിട്ടുണ്ടാവും. അപ്പോൾ സാമ്പിൾ നമ്മൾ മീനും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണേണ്ടി വരും. അടുത്ത പ്രോബ്ലം അങ്ങനത്തെ ഒരു പ്രോബ്ലമാണ് നോക്കാം. അപ്പോൾ സാമ്പിൾ സൈസ് ഓഫ് 8 ഫ്രം എ നോർമൽ പോപ്പുലേഷൻ, എ സാമ്പിൾ ഓഫ് സൈസ് 8 ഫ്രം എ നോർമൽ പോപ്പുലേഷൻ തന്നിട്ടുണ്ട്. 6, 8, 11, 5, 9, 11, 10, 12 8 ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. Can such a sample be regarded as drawn from a population with mean 7 at a 2% level of significance? ഈ സാമ്പിൾ എടുത്തിരിക്കുന്നത് പോപ്പുലേഷൻ മീൻ 7 ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആണോ ഈ സാമ്പിൾ വന്നിട്ടുള്ളത് എന്ന് നിങ്ങളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്, ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ പോപ്പുലേഷൻ മീൻ മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം, സാമ്പിൾ മീനും സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നമ്മളത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എക്സിൻ്റെ വാല്യൂസ് എഴുതുന്നു, എക്സ് സ്ക്വയറിൻ്റെ വാല്യൂസ് എഴുതുന്നു. കാരണം നിങ്ങൾക്ക് മീൻ കാണാനുള്ളയും അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എക്സ് ബാർ ഇസ് ഇക്വൽ ടു സമ്മേഷൻ XI ബൈ എന്നും എസ് ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് സമ്മേഷൻ XI സ്ക്വയർ ബൈ എൻ മൈനസ് സമ്മേഷൻ XI ബൈ എൻ ഹോൾ സ്ക്വയർ എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം എക്സ് ബാർ കാണുന്നു. സമ്മേഷൻ XI എന്ന് പറഞ്ഞാൽ എക്സുകളെല്ലാം കൂടി ആഡ് ചെയ്യുക, 72 ആണ് കിട്ടുക. എൻ എന്ന് പറഞ്ഞാൽ എത്ര ഒബ്സർവേഷനാണ്, 8. അപ്പോൾ 72/8 വിച്ച് ഈസ് ഇക്വൽ ടു 9 കിട്ടി. പോരാത്തതിന് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഈ പറയുന്ന സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നു. അപ്പോൾ സമ്മേഷൻ XI സ്ക്വയർ ബൈ എൻ മൈനസ് സമ്മേഷൻ XI ബൈ എൻ ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് നമ്മൾ XI സ്ക്വയർ എന്ന് പറഞ്ഞ ഈ റോ ഉണ്ടാക്കുന്നു. അതിൻ്റെ സമ്മേഷൻ 692 ആണ്. അപ്പോൾ 692/8 മൈനസ് സമ്മേഷൻ XI എന്ന് പറയുമ്പോൾ 78/8 ഹോൾ സ്ക്വയർ എന്നും കിട്ടും. അത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0.86.5 മൈനസ് 81 കിട്ടും, വിച്ച് ഈസ് ഇക്വൽ ടു റൂട്ട് 5.5 അഥവാ എസിൻ്റെ വാല്യൂ 2.345 കിട്ടും. ഓക്കെ, എസിൻ്റെ വാല്യൂ 2.345 കിട്ടും. ഇപ്പോൾ നമുക്ക് എക്സ് ബാർ കിട്ടി, ഇവിടെ ഉണ്ട്, എസ് ഇവിടെ ഉണ്ട്. പോരാത്തതിന് നമുക്കോട് മീൻ പോപ്പുലേഷൻ മീൻ 7 ആണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇവിടെ എഴുതി വെക്കാം, ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ വിട്ടുപോയതാണ്. ഇനി H0 such that mu is equal to 7, H1 such that mu not equal to 7 ആണോ അല്ലേ എന്ന് മാത്രമേ നമ്മളോടുള്ള ചോദ്യമുള്ളൂ. അതിനെക്കാട്ടി കൂടുതലാണോ കുറവാണോ എന്നൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ H1 such that mu is not equal to 7 എന്ത് ചെയ്യുന്നു, നമ്മുടെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആയിട്ട് കൊടുക്കുന്നു. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാണുന്നു. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാണുമ്പം T is equal to x bar minus mu 0 by s by root n minus 1 അഥവാ 9 minus 7 by 2.345 by root 7. ആൻസർ 2.256 കിട്ടും. അതായത് മോഡ് T is equal to 2.256. ടേബിൾ വാല്യൂ കാണുന്നു. ടേബിൾ വാല്യൂ ഓഫ് T അറ്റ് 2% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ക്വസ്റ്റ്യനിൽ 2% എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വിത്ത് 7 ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെ തന്നിട്ടുണ്ട്. 7 ഡിഗ്രി n-1 ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലേ, അതായത് 8 minus 1 7 ഡിഗ്രി ഓഫ് ഫ്രീഡം. 2 ടൈൽ ടെസ്റ്റാണ്. 2.998 ആണ് ടേബിൾ വാല്യൂ കിട്ടുക. കാൽക്കുലേറ്റഡ് വാല്യൂ 2.256 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 2.998. ദെർഫോർ കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആൻഡ് ആക്സെപ്റ്റ് H0. H0 എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം. H0 ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ mu is equal to 7 തന്നെയല്ലേ. mu is equal to 7 എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ മീന് 7 ആയിട്ടുള്ളതിനടുത്തൊരു സാമ്പിളായിട്ട് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, കണക്കാക്കാം. അതായത് സാമ്പിൾ ക്യാൻ ബി റിഗാർഡഡ് ആസ് ഡ്രോൺ ഫ്രം പോപ്പുലേഷൻ മീൻ വിത്ത് 7 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മളെ ഒരു എളുപ്പം എന്തായിരുന്നു എന്ന് വെച്ചാൽ എക്സ് ബാർ കണ്ടതും
അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നതിനൊക്കെ എളുപ്പമുള്ള വാല്യൂസ് ആയിരുന്നു. എല്ലായ്പ്പോഴും അതുപോലുള്ള കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഡെസിമൽ നമ്പേഴ്സൊക്കെ വരുമ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡാണ് സാമ്പിൾ ഡീവിയേഷനും അതുപോലെ മീൻ കാണാനൊക്കെ യൂസ് ചെയ്യാറ്. അസ്യൂംഡ് മീൻ മെത്തേഡ് എന്നൊക്കെ പറയും. നിങ്ങൾ ഇതിന് മുന്നുള്ള സെമിസ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട് മീൻ കാണാനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഇക്വേഷനും അതിൽ ചെയ്യുന്നത് മാത്രമേ പറയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സണാലിറ്റി ടെസ്റ്റ് വാസ് കണ്ടക്റ്റഡ് ഓൺ റാൻഡം സാമ്പിൾ ഓഫ് 10 സ്റ്റുഡൻസ്. ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് കണ്ടക്ട് ചെയ്തതാണ് ഫ്രം എ ലാർജ് യൂണിവേഴ്സിറ്റി ആൻഡ് ഫോളോവിങ് സ്കോർസ് വെർ റിപ്പോർട്ടഡ്. 10 സ്റ്റുഡൻസിൻ്റെ സ്കോറുകളാണ് ഈ തന്നിട്ടുള്ളത്. 35, 60, 55 എന്നൊക്കെ പറഞ്ഞിട്ട്. ടെസ്റ്റ് ദ ആവറേജ് പേഴ്സണാലിറ്റി ടെസ്റ്റ് സ്കോർ ഫോർ ദ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് ഈസ് 50 at 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ആ യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസുകളുടെ ആവറേജ് സ്കോർ 50 ആണോ എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ടെസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ആ യൂണിവേഴ്സിറ്റീൻ്റെ ആകുമ്പോൾ അത് പോപ്പുലേഷനാണ്. ആ പോപ്പുലേഷൻ്റെ മീൻ വാല്യൂ 50 ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം μ0 = 50 എന്ന് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് എന്ത് 2 കാര്യങ്ങൾ കാണണം, എക്സ് ബാറും കാണണം, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അഥവാ എസ്സും എന്ത് ചെയ്യണം, കാണണം. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് ഒരു ഡെസിമലൊക്കെ വരുന്ന പ്രോബ്ലമാണ്. അതുകൊണ്ട് നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് നോക്കുക. ഇത് ഷോർട്ട് കട്ട് അല്ലെങ്കിലും നിങ്ങൾക്ക് ആൻസർ കിട്ടും, പക്ഷേ ഡെസിമലൊക്കെ വരുന്നേ ഉള്ളൂ. എക്സ് ഐകൾ എഴുതി, ഓക്കെ, അതിന് ഡീവിയേഷൻ കൊടുക്കുന്നു. അതായത് എക്സ് ഐന്ന് ഒരു അസ്യൂംഡ് മീൻ എടുത്ത് ഡീവിയേഷൻ കൊടുക്കുന്നു. ഞാനിവിടെ അസ്യൂംഡ് മീനായിട്ട് 50 ആണ് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അപ്പോൾ 35 - 50 - 50, 60 - 50 10, അങ്ങനെ ഓരോന്നും തമ്മിലുള്ള ഡീവിയേഷൻസ് എഴുതുന്നു. ഡീവിയേഷൻസുകളുടെ സ്ക്വയർ കാണുന്നു. ഡീവിയേഷൻ്റെ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യുന്നു, കാണുന്നു. അതെന്തിനാണ് കാണുന്നതെന്ന് വെച്ചാൽ സ്ക്വയറിൻ്റെ സമ്മും കാണുന്നു. നമ്മളെ എക്സ് ബാർ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. എക്സ് ബാർ = a + summation d/n. എ എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീനാണ്, സമ്മേഷൻ ഡി എന്ന് പറഞ്ഞാൽ ഈ ഡീവിയേഷനുകളുടെ സമ്മേഷനാണ്, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷനാണ്. അതുപോലെ എസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. സമ്മേഷൻ d²/n - സമ്മേഷൻ d/n (² എന്ന് പറയുന്നതാണ് എസ് കാണാനുള്ള ഇക്വേഷൻ. നേരത്തേതിൽ സമ്മേഷൻ x²/n - സമ്മേഷൻ x/n (² എന്നുള്ള അതേ സാധനം തന്നെയാണ് ഇവിടെ ഡീവിയേഷനാണ് വരുന്നത് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എക്സ് ബാർ = 50+, അതായത് അസ്യൂംഡ് മീനായിട്ട് നമ്മൾ എടുത്തത് എത്രയാണ്, 50 ആണ്. അസ്യൂംഡ് മീനായിട്ട് 50 ആണ് എടുത്തത്. അപ്പോൾ 50 + സമ്മേഷൻ ഡി എത്രയാണ്, -14 ആണ്. അപ്പോൾ -14 / n എന്ന് പറഞ്ഞാൽ 10 ഒബ്സർവേഷനാണ്. അപ്പോൾ ആൻസർ കിട്ടുക 48.6 ആണ്. അതുപോലെ എസ് കാണാൻ സമ്മേഷൻ ഡി സ്ക്വയറുകളുടെ സമ്മേഷൻ ഇവിടെ 478 കണ്ടോ, 478 /n 10 ആണ്. പിന്നെയോ മൈനസ് സമ്മേഷൻ ഡി എന്ന് പറഞ്ഞാൽ -14 / 10 (² അത് ചെയ്യുമ്പം 47.8 - 1.96 ആൻസർ 6.77 എന്ന് കിട്ടും. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 6.77 സാമ്പിൾ മീൻ 48.6 കിട്ടി. നമ്മളോട് h0 such that μ = 50, h1 such that μ not equal to 50 എന്ന് എടുക്കുന്നു. ഓക്കെ, h1 such that μ not equal to 50 ആണോ അല്ലേ എന്നേ ചോദിച്ചിട്ടുള്ളൂ. നമ്മളുള്ള ചോദ്യം യൂണിവേഴ്സിറ്റി ഇപ്പോൾ എങ്ങനെയാണ് ചോദ്യം എന്ന് വിചാരിക്കുക. യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നു, ക്ലെയിം ചെയ്യുന്നു അവരുടെ സ്റ്റുഡൻസിൻ്റെ IQ എന്ന് പറയുന്നത്, IQ ആണോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 50-നേക്കാളും കൂടുതലായിരിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി ക്ലെയിം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ശരിയാണോ എന്നൊക്കെയാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യായിരുന്നു, μ < 50 എന്ന് വരുമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല ചോദ്യം, μ = 50 ആണെന്ന് യൂണിവേഴ്സിറ്റി പറയുന്നു. അത് ശരിയാണോ എന്നാണ് നമ്മളോടുള്ള ചോദ്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാണുന്നു. t = x bar - μ0 s √n - 1 ആണ്. എക്സ് ബാർ 48.6 ആണ്. അതുപോലെ μ0 50 ആണ്. എസ് 6.77 ആണ്. √n - 1 എന്ന് പറയുമ്പോൾ √9 ആണ്. ആൻസർ -0.62 എന്ന് കിട്ടും. മോഡ് t = 0.62 ആണ്. കാൽക്കുലേറ്റഡ് വാല്യൂ കാണുന്നു. ടേബിൾ വാല്യൂ ഓഫ് t at 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വിത്ത് 9 degree ഓഫ് ഫ്രീഡം. ടൈൽ കാണുമ്പോൾ 2.262 ആണ് കിട്ടുക. കാൽക്കുലേറ്റഡ് വാല്യൂ 0.62 ആണ്. അതായത് കാൽക്കുലേറ്റഡ് വാല്യൂ < ടേബിൾ വാല്യൂ. therefore accept h0 അക്സെപ്റ്റ് ചെയ്യുന്നു. അതായത് μ = 50 എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അതായത് ആവറേജ് പേഴ്സണാലിറ്റി ടെസ്റ്റ് സ്കോർ ഓഫ് ദി യൂണിവേഴ്സിറ്റി ഈസ് 50 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, കിട്ടുന്നു. അപ്പോൾ ഇവിടെ ഒരു പോപ്പുലേഷൻ മീൻ എന്ത് ചെയ്യലാണ്, ശരിയാണോ അല്ലേ എന്ന്
ടെസ്റ്റ് ചെയ്യലാണ്, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് പോപ്പുലേഷൻ മീൻ ടെസ്റ്റ് ചെയ്യാനാണ് നമ്മളിത് എന്ത് ചെയ്യണത്, യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൽ നമുക്ക് അറിയേണ്ട കാര്യങ്ങളേ ഉള്ളൂ. എക്സ് ബാർ അറിയണം, അതായത് പോപ്പുലേഷൻ സാമ്പിൾ മീൻ അറിയണം, അതുപോലെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയണം, സാമ്പിൾ സൈസ് അറിയണം. അത് മൂന്നും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോപ്പുലേഷൻ മീൻ ഇതാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ടി ടെസ്റ്റിൻ്റെ രണ്ടാമത്തെ യൂസിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ടി ടെസ്റ്റിൻ്റെ രണ്ടാമത്തെ യൂസാണ് ടി ടെസ്റ്റ് ഫോർ ഇക്വാലിറ്റി ഓഫ് ടു പോപ്പുലേഷൻ മീൻ. രണ്ട് പോപ്പുലേഷൻ മീനുകളുടെ ഇക്വാലിറ്റി നമ്മൾ സെറ്റ് ടെസ്റ്റിൽ ഡിസ്കസ് ചെയ്ത അതേ കാര്യം തന്നെയാണ്, അത് സ്മോൾ സാമ്പിളിലേക്ക് വരുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഇവിടെയുള്ളൂ. രണ്ട് പോപ്പുലേഷൻ മീനുകളുടെ ഇക്വാലിറ്റി ടെസ്റ്റ് ചെയ്യുക, അതായത് μ1 = μ2 ആണോ അല്ലേ എന്ന് എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ രണ്ട് സാമ്പിൾസ് ഉണ്ടായിരിക്കും, ആ രണ്ട് സാമ്പിളും വന്നിരിക്കുന്നത് ഒരു പോപ്പുലേഷൻ തന്നെയാണോ എന്നെന്ത് ചെയ്യൽ, ടെസ്റ്റ് ചെയ്യൽ. ഇതിനെയാണ് നമ്മൾ ടെസ്റ്റിംഗ് ദ ഇക്വാലിറ്റി ഓഫ് ടു പോപ്പുലേഷൻ മീൻസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇക്വാലിറ്റി ഓഫ് ടു പോപ്പുലേഷൻ മീൻസ് എന്താണ്, സിഗ്നിഫിക്കൻസ് ഓഫ് ടു സാമ്പിൾ മീൻസ് ഉപയോഗിച്ചിട്ട്, സാമ്പിൾ മീൻസുകളുടെ ഡിഫറൻസ് ഉപയോഗിച്ചിട്ട് പോപ്പുലേഷൻ മീനുകൾ ഡിഫറെൻ്റ് ആണോ അല്ലേ നോക്കുക. അല്ലെങ്കിൽ രണ്ട് സാമ്പിൾസും എടുത്തിരിക്കുന്നത് ഒരേ പോപ്പുലേഷൻ ആണോ എന്നെന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ്, നേരത്തെ അസംഷൻസ് തന്നെയാണ് ഉണ്ടായിരിക്കുക. ടു പോപ്പുലേഷൻസ് ഫ്രം വിച്ച് ദ സാമ്പിൾസ് ആർ ഡ്രോൺ ഷുഡ് ബി ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിൾസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. സാമ്പിൾസ് എന്തായിരിക്കണം, ഇൻഡിപെൻഡൻറ്റും റാൻഡും ആയിരിക്കണം. ദ സാമ്പിൾ ഷുഡ് ബി സ്മോൾ, സാമ്പിൾ സൈസ് സ്മോൾ ആയിരിക്കണം, അതായത് രണ്ട് സാമ്പിളും എന്തായിരിക്കണം, <30 ആയിരിക്കണം. ദ ടു പോപ്പുലേഷൻ വേരിയൻസസ് ആർ ടു ബി ഈക്വൽ ബട്ട് അൺനോൺ. സിഗ്മ 1ൻ്റെ സ്ക്വയറും സിഗ്മ 2ൻ്റെ സ്ക്വയറും ഈക്വൽ ആയിരിക്കണം, പക്ഷേ അൺനോൺ ആയിരിക്കണം, നമുക്ക് അറിയില്ല അത് ഈക്വൽ ആണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്, അസ്യൂം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെയാണ്, സെറ്റ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ആദ്യം H0 സെറ്റ് ചെയ്യുന്നത് μ1 = μ2 ആവും. അഗെയിൻസ്റ്റ് ദ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് വൺ ഓഫ് ദ ഫോളോയിങ്, H1 μ1 > μ2, μ1 <2, അല്ലെങ്കിൽ μ1 ≠ μ2. ഇതിൽ ഏത് വേണമെങ്കിലും എന്തായിട്ട് വരാം, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആയിട്ട് വരാം. ടി ടെസ്റ്റ് കാണാനുള്ള ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് x1 bar - x2 bar by n1 s1 square plus n2 s2 square by n1 plus n2 minus 2 into 1/n1 plus 1/n2 എന്നാണ് വരിക. അതായത് S1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, S2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ S1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സാമ്പിളിൻ്റെ വേരിയൻസ്, S2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സാമ്പിളിൻ്റെ വേരിയൻസ്. ഇവിടെ നമുക്ക് വേരിയൻസ് ആണ് ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ S1 സ്ക്വയർ എന്ന് എഴുതിയത്. അതായത് നേരത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരുന്നു ആവശ്യം, S ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇതിന് റൂട്ട് ഇട്ടായിരുന്നു എഴുതിയിരുന്നത്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ടേബിൾ വാല്യൂ കാണുക, കാൽക്കുലേറ്റഡ് വാല്യൂ കണ്ട ടേബിൾ വാല്യൂ കാണുക. അറ്റ് ആൽഫ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഉണ്ടാവും. വിത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം മാറും. നേരത്തെ n-1 ആയിരുന്നെങ്കിൽ ഇവിടെ n1 + n2 - 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിരിക്കും. പിന്നെ ഇഫ് കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് H0 ആണ്, അതർവൈസ് വി റിജക്റ്റ് H0 ആണ്. അത് നമ്മൾ സാധാരണ എല്ലാ ടെസ്റ്റിനും ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെ. അങ്ങനെയാണ് ഇവിടെ രണ്ട് മീനുകൾ അറിയേണ്ടി വരും, രണ്ട് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അറിയേണ്ടി വരും. അതാണ് ഇതിൽ 4 കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. പോരാത്തതിന് സാമ്പിൾ സൈസുകൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മീൻ ലൈഫ് ഓഫ് എ സാമ്പിൾ ഓഫ് 10 ഇലക്ട്രിക് ബൾബ്. 10 ഇലക്ട്രിക് ബൾബുകളുടെ മീൻ ലൈഫ് 1309 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 420 ഹവേഴ്സും. 420 ഹവേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. 1309 എന്ന് പറയുന്നത് ഫസ്റ്റ് സാമ്പിളിൻ്റെ മീനാണ്. സാമ്പിൾ സൈസ് 10 ആണ്. രണ്ടാമത്തെ സാമ്പിളിൻ്റെ സൈസ് 16 ആണ്. മീൻ ലൈഫ് അഥവാ രണ്ടാമത്തെ സാമ്പിളിൻ്റെ മീൻ 1205 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 390 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദർ ഈസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻസുകൾ തമ്മിൽ കാര്യമായ വ്യത്യാസം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, n1 10, n2 16, x1 bar 1309, x2 bar 1205, S1 450, S2 390 എല്ലാം എന്ത് ചെയ്തു, നമുക്ക് തന്ന കാര്യങ്ങൾ ഡയറക്റ്റ് എഴുതി വെച്ചു. H0 such that μ1 = μ2, H1 such that μ1 not = μ2. രണ്ടും തമ്മിലുള്ള മീകൾ വ്യത്യാസമുണ്ട്, വ്യത്യാസമില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്നു. ഇക്വേഷൻ എഴുതിയിട്ട് ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ. x1 1309, 1205, അതുപോലെ 10 × 420 square plus 16 × 390 square by 10 + 16 - 2
1/10 ഇൻറ്റു 1/16 ഇതൊക്കെ കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് വാല്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ 0.697 എന്ന് കിട്ടും. 0.697 mod t is equal to 0.697. The table value of t at 5% level of significance with n1 plus n2 minus 2 എന്ന് പറഞ്ഞാൽ 24 ഉണ്ട് കിട്ടും. 24 ഡിഗ്രി ഓഫ് ഫ്രീഡം വിത്ത് 2 tail 2.064 ആണ് ആൻസർ കിട്ടുക. ടേബിൾ വാല്യൂ 2.064 ഇവിടെ കാൽക്കുലേറ്റഡ് വാല്യൂ 0.697 ആണ്. therefore calculated value less than table value. accept h0 otherwise reject h0 അല്ലേ. ഇവിടെ accept h0 ആണ്. accept h0 എന്ന് പറഞ്ഞാൽ μ1 equal to μ2, അതായത് രണ്ട് സാമ്പിൾസും എടുത്തിരിക്കുന്നത് ഒരു സെയിം പോപ്പുലേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പോപ്പുലേഷൻ മീനുകൾ തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം. ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ മീൻസുകൾ തമ്മിൽ വ്യത്യാസമില്ല എന്നെടുക്കാം. അപ്പോൾ ഇതിലും ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, S1 S2 ഒക്കെ തന്നിട്ടുണ്ട്. നേരത്തെ കേസിലെ പോലെ തന്നെ S1 S2 തരാത്ത എന്ത് ചെയ്യാം, സാമ്പിളുകൾ മാത്രം തരാം. അന്നേരം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, S1 S2 കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനത്തെ പ്രോബ്ലംസിലേക്കാണ്. റാൻഡം സാമ്പിൾ ഓഫ് 16 men 16 സാമ്പിൾ സൈസ് ഫ്രം എ കൺട്രി എ ഹാഡ് എ മീൻ ഹൈറ്റ് ഓഫ് 68 inches. അപ്പോൾ N1 16 കിട്ടി, അതുപോലെ x1 ബാർ 68 കിട്ടി. ആൻഡ് ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഫ്രം ദ സാമ്പിൾ മീൻ, സം ഓഫ് ദ സ്ക്വയർ ഫ്രം ദ സാമ്പിൾ മീൻ എന്ന് പറയുമ്പോൾ എന്താണ്, സമ്മേഷൻ x1 മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. സമ്മേഷൻ x1 മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്താണെന്ന് തന്നിട്ടുണ്ട്, എത്രയാണ് 132 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ റാൻഡം സാമ്പിൾ ഓഫ് 25 men, അതായത് N2 25 ഫ്രം എ കൺട്രി ബി ഹാഡ് ദ കറസ്പോണ്ടിങ് വാല്യൂസ്, അതായത് x2 ബാർ 66.5 പോരാത്തതിന് പോപ്പുലേഷൻ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഫ്രം ദ സാമ്പിൾ മീൻ, സം ഓഫ് ദ സ്ക്വയർ ഫ്രം ദ സാമ്പിൾ മീൻ എന്താണെന്നുള്ളത് തന്നിട്ടുണ്ട്. എന്താണ്, സമ്മേഷൻ x2 മൈനസ് x2 ബാർ ഹോൾ സ്ക്വയർ 165 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം എന്ത്, S1 സ്ക്വയർ കാണാനാണെങ്കിൽ സമ്മേഷൻ x1 മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ n1 ചെയ്താൽ മതി. S2 സ്ക്വയർ കാണണമെങ്കിൽ സമ്മേഷൻ x2 മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ n2 ചെയ്താൽ മതി. അപ്പോൾ അതിന്ന് സമ്മേഷൻ കാണണമെങ്കിൽ ഡിവൈഡർ ബൈ ഉള്ളത് അങ്ങോട്ടും ഉണ്ടായാൽ മതി. അതായത് N1 S1 സ്ക്വയർ ആണ് എന്ത്, സമ്മേഷൻ x1 മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. N2 S2 സ്ക്വയർ ആണ് സമ്മേഷൻ x2 മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഞാനിത് ഇതുവരെ മാത്രമേ ചെയ്യുന്നുള്ളൂ, ഞാനിന്ന് S കാണാൻ നിൽക്കുന്നില്ല. കാരണം നമുക്ക് ഇക്വേഷനിലുള്ളത് നോക്കിയാൽ N1 S1 സ്ക്വയറും അതുപോലെ N2 S2 സ്ക്വയർ ആണ് ഇക്വേഷനിലുള്ളത്. അപ്പോൾ ഈ സാധനങ്ങൾ ഡയറക്റ്റ് എടുത്ത് എഴുതേണ്ട പണി നമുക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതിന് S1 കാണാനൊന്നും നമ്മൾ എന്ത് ചെയ്യണില്ല, മെനക്കെടാൻ പോകുന്നില്ല. S1 കണ്ടിട്ട് തിരിച്ച് അത് ഇങ്ങോട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ N1 S1 സ്ക്വയർ മാത്രം കണ്ടു വെച്ചാൽ മതി. അതെടുത്ത് എവിടെ എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ h0 സച്ച് ദാറ്റ് μ1 ഈക്വൽ ടു μ2, h1 സച്ച് ദാറ്റ് μ1 നോട്ട് ഈക്വൽ ടു μ2 അഥവാ 2 ടൈലാണ് വരുന്നത്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ചെയ്യുമ്പോൾ t is equal to x1 bar minus x2 bar divided by root n1 s1 square plus n2 s2 square by n1 plus n2 minus 2 into 1 by n1 plus 1 by n2 അല്ലേ വരുന്നത്. x1 bar 68 മൈനസ് x2 bar 66.5 കൊടുക്കുന്നു. ഇനിയോ റൂട്ട് n1 s1 സ്ക്വയർ മുകളിൽ എഴുതിച്ചിട്ടുണ്ട് 132 അല്ലേ, 132. അതുപോലെ n2 s2 സ്ക്വയർ 162 165 അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. n1 പ്ലസ് n2 മൈനസ് 2 16 പ്ലസ് 25 മൈനസ് 2 1 by 16 പ്ലസ് 1 by 25. ടേബിൾ വാല്യൂ കാൽക്കുലേറ്റഡ് വാല്യൂ 1.697 കിട്ടും. അപ്പോൾ മോഡ് ടി 1.697. ഇനി ടേബിൾ വാല്യൂ കാണാം. ടേബിൾ വാല്യൂ ടി അറ്റ് 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഇവിടെ 1% എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഇല്ല, പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ 1% എടുക്കുന്നത്. 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വിത്ത് n1 പ്ലസ് n2 മൈനസ് 2 വിത്ത് n1 പ്ലസ് n2 മൈനസ് 2 എന്ന് പറയുമ്പോൾ 16 പ്ലസ് 25 മൈനസ് 2 അഥവാ 39 ഡിഗ്രി ഓഫ് ഫ്രീഡം. 2 ടൈൽ കണ്ട 2.705 ആണ് ടേബിൾ വാല്യൂ കിട്ടുക. കാൽക്കുലേറ്റഡ് വാല്യൂ 1.697 which is less than 2.705. therefore calculated value less than table value, therefore accept h0 നമ്മൾ എന്ത് ചെയ്യുന്നു, accept ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, S1ഉം S2 നമുക്ക് തന്നിട്ടില്ല എന്നുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഡീവിയേഷൻ അത് കണ്ടുപിടിച്ചതാണ്. ഇനി അടുത്തതിൽ ഈ ചിലപ്പോൾ S1 S2 അല്ലെ സമ്മേഷൻ ഓഫ് ദ സ്ക്വയേഴ്സ് ഫ്രം ദ ഡീവിയേഷനും എന്ത് ചെയ്യില്ല, തന്നിട്ടുണ്ടാവില്ല. നമുക്ക് രണ്ട് ഡാറ്റ മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. അതും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, S1 S2 കണ്ടുപിടിക്കേണ്ടി വരും.
അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ദ ഫോളോവിങ് ആർ സാമ്പിൾസ് ഫ്രം 2 ഇൻഡിപെൻഡൻറ്റ് നോർമൽ പോപ്പുലേഷൻ, ടെസ്റ്റ് ദ ഹൈപ്പോത്തിസിസ് ദാറ്റ് ദേ ഹാവ് ദ സെയിം മീൻ. രണ്ടിനും സെയിം മീൻ ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യണം. അതായത് μ1 = μ2 ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് നിങ്ങളോട്. ഓക്കെ, ഇനിയോ അസ്യൂമിങ് ദാറ്റ് ദ വേരിയൻസസ് ആർ ഈക്വൽ, വേരിയൻസുകൾ ഈക്വൽ ആണ്, നമ്മൾ അസംഷൻ അവിടെ ഉണ്ട്. ബൈ ടേക്കിംഗ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിലാണ് കാണേണ്ടത്. സാമ്പിൾ 1 തന്നിട്ടുണ്ട്, സാമ്പിൾ 2 തന്നിട്ടുണ്ട്. അപ്പോൾ സാമ്പിൾ 1ൻ്റെ മീനും കാണണം, സാമ്പിൾ 1ൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണണം. സാമ്പിൾ 2ൻ്റെ മീനും കാണണം, സാമ്പിൾ 2ൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണണം. അപ്പോൾ ഞാൻ സാമ്പിൾ 1 എഴുതി, അതിൻ്റെ സമ്മേഷൻ x1 - x⁻² എഴുതി. x1 ബാർ കാണാൻ എങ്ങനെയാണ്, സമ്മേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, ഇവിടെ 170/10 ഒബ്സർവേഷൻ ആൻസർ 70 കിട്ടും. x2 ബാർ കാണാൻ x2 എല്ലാം കൂടി ആഡ് ചെയ്ത 147 കിട്ടും. 7 ഒബ്സർവേഷൻ 147/7 which is equal to 21. അപ്പോൾ x1 ബാറും x2 ബാറും കിട്ടി. ഡെസിമലൊന്നുമല്ല, നമുക്ക് ഡയറക്റ്റ് ഡീവിയേഷൻ ഒന്നും എടുക്കാണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ വേരിയൻസുകൾ കാണും. അപ്പോൾ s1² സമ്മേഷൻ x1 - x1 ബാർ ഹോൾ സ്ക്വയർ ബൈ n1 ആണ്. അതുപോലെ s2² സമ്മേഷൻ x2 - x2 ബാർ ഹോൾ സ്ക്വയർ ബൈ n2 ആണ്. ഇവിടെ നമുക്ക് ഇക്വേഷനിലേക്ക് വേണ്ടത് ആരാണെന്ന് നിങ്ങൾക്ക് നല്ല ഓർമ്മ ഉണ്ടാവും. നേരത്തെ n1 s1² ആണ് നമുക്ക് ഇക്വേഷനിലേക്ക് ആവശ്യമുള്ളത്. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ബൈ n1 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു n1 ആവും. അതായത് n1 s1² കാണാൻ സമ്മേഷൻ x1 - x1 ബാർ ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. ഇവിടെ സമ്മേഷൻ x1 - x1 ബാർ ഹോൾ സ്ക്വയർ ചെയ്താൽ 178 ആണ് കിട്ടുന്നത്. അതായത് n1 s1² 178 കിട്ടും. പിന്നെയോ ഈ രണ്ടാമത്തെ ഈ ഇക്വേഷന് ഡിവൈഡ് ബൈ n2 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇൻറ്റു ആവും. അതായത് സമ്മേഷൻ x2 - x2 ബാർ ഹോൾ സ്ക്വയറിന് പകരം n2 s2² എന്ന് എഴുതാം. അപ്പോൾ n2 s2² കാണാൻ സമ്മേഷൻ x2 - x2 ബാർ ഹോൾ സ്ക്വയർ ചെയ്താൽ മതി, which is equal to 94. അപ്പോൾ അതിന് പകരം ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, 94ഉം എഴുതി. ഈ 94 നമുക്ക് ആവശ്യമുള്ളൂ, കാരണം എസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് നമുക്ക് ആവശ്യമില്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടാലും പിന്നെ n1 s1² ഒക്കെ നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ നിൽക്കുന്നില്ല. ഈ വാല്യൂസ് ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ h0 സെറ്റ് ചെയ്യുന്നു. h0 such that μ1 = μ2, h1 such that μ1 not equal to μ2 എന്ന് സെറ്റ് ചെയ്യുന്നു. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എഴുതി ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് 17 - 21, x1 ബാർ 17ഉം x2 ബാർ 21 ആണ്. n1 s1² ഇവിടെ മുകളിലുണ്ട് 178, n2 s2² മുകളിലുണ്ട് 94, ഡിവൈഡ് ബൈ 10 + 7 - 2 ഇൻറ്റു 1/10 + 1/7, ആൻസർ -1.906 കിട്ടും. മോഡ് t = 1.906 കിട്ടി. ഇനി ടേബിൾ വാല്യൂ കാണുക. ടേബിൾ വാല്യൂ ഓഫ് t അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ടേബിൾ വാല്യൂ കാണുന്നു. അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വിത്ത് n1 + n2 - 2 അഥവാ 15. 10 + 7 - 2 പറയുമ്പോൾ 15 ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം 2.131 ആണ് കിട്ടുക. 1.906 ആണ് കാൽക്കുലേറ്റഡ് വാല്യൂ, വിച്ച് ഈസ് ലെസ് ദാൻ ടേബിൾ വാല്യൂ. ദെർഫോർ ആക്സെപ്റ്റ് h0. ആക്സെപ്റ്റ് h0 എന്ന് പറയുമ്പോൾ എന്താണ്, h0 ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ μ1 = μ2, രണ്ടിൻ്റെയും മീനുകൾ സെയിം ആണ്, അല്ലെങ്കിൽ രണ്ട് സാമ്പിൾസും എടുത്തിട്ടുള്ളത് സെയിം പോപ്പുലേഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ദെൻ ദ സാമ്പിൾസ് ആർ ഡ്രോൺ ഫ്രം ദ പോപ്പുലേഷൻ വിത്ത് സെയിം മീൻ. സെയിം മീനുള്ള പോപ്പുലേഷനാണ് സാമ്പിൾസ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡ്രോ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലായി. അപ്പോൾ ഇതാണ് ടി ടെസ്റ്റിൻ്റെ വേറൊരു യൂസ്. അപ്പം ഇവിടെ നമ്മൾ രണ്ട് യൂസസ് ആണെന്ന് ഡിസ്കസ് ചെയ്തത്. ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷൻ മീന് സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യലും, രണ്ട് പോപ്പുലേഷൻ മീനുകൾ ഈക്വൽ ആണോ അല്ലേ, പോപ്പുലേഷൻ മീനുകൾ നമ്മൾ ഡിഫറൻസ് സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലേ എന്നുള്ളതുമാണ് എന്ത് ചെയ്യണത് ഇന്ന് നമ്മൾ പഠിച്ചത്. ഇതേ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ടെസ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. സെറ്റ് ടെസ്റ്റിലാകുമ്പോൾ അത് ലാർജ് സാമ്പിളായിരുന്നു. പോരാത്തതിന് സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, തന്നിട്ടുണ്ടാവുമായിരുന്നു. ഇവിടെ എന്താണ്, സാമ്പിൾ സൈസ് സ്മോൾ ആണ്. പോരാത്തതിന് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അൺനോണും ആയിരിക്കും. ആ കണ്ടീഷൻസിലാണ് നമ്മൾ ടി ടെസ്റ്റ് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇനി ടി ടെസ്റ്റ് വേറെ യൂസസ് ഉണ്ട്, അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.